മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിലീപും കാവ്യ മാധവനും. നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത്. സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത്. 2016 നവംബർ 25-നായിരുന്നു ഇവരുടെ വിവാഹം. വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തു വന്നത്. ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം. സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ. ഓരോ സിനിമ റിലീസ് ആകുമ്പോഴും മാധ്യമങ്ങൾക്ക് നൽകുന്ന ദിലീപിന്റെ അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സെറ്റിലെ രസകരമായ സംഭവങ്ങളും മുൻ സിനിമയിലെ അനുഭവങ്ങളും താരം പങ്കുവയ്ക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ റിലീസായ തങ്കമണി എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ദിലീപ് നൽകിയ അഭിമുഖങ്ങളും വൈറലായിരുന്നു. കാവ്യയുമായുള്ള വിവാഹശേഷം കുടുംബ വിശേഷങ്ങളും ചോദ്യങ്ങളായി ദിലീപിനെ തേടിയെത്താറുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി ഇളയ മകൾ മഹാലക്ഷ്മിയെക്കുറിച്ചുള്ള വിശേഷങ്ങളും താരം പങ്കുവയ്ക്കുന്നുണ്ട്. പൊതുവെ കുറുമ്പിയായ മഹാലക്ഷ്മിയെ മാമാട്ടി എന്നാണ് വീട്ടിലെല്ലാവരും വിളിക്കാറ്. ചേച്ചി മീനാക്ഷിയുമായി മഹാലക്ഷ്മിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് ദിലീപ് പറഞ്ഞ വീഡിയോ വൈറലായിരുന്നു. ഇപ്പോഴത്തെ മഹാലക്ഷ്മി വീട്ടിൽ വെച്ച് പറഞ്ഞ ഒരു കുസൃതി പ്രേക്ഷകരോട് പങ്കുവച്ചു. ദിലീപ് അഭിനയിച്ച ശൃംഗാരവേലൻ എന്ന ചിത്രത്തിൽ നായിക വേദികയെ സാരി ഉടുപ്പിക്കുന്ന രംഗം ടിവിയിൽ കണ്ടപ്പോൾ മഹാലക്ഷ്മി കാവ്യ മാധവനോട് പറഞ്ഞ ഡയലോഗ് രസകരമായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത്. അമ്മ, അച്ഛൻ അമ്മയെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നേ എന്നായിരുന്നു മഹാലക്ഷ്മിയുടെ പ്രതികരണം. ചെറിയ വഴക്കുണ്ടാക്കാൻ ഒരാൾ മതിയെന്ന അവതാരകയുടെ കമന്റിനെയും ദിലീപ് ശരിവെച്ചു. UKG-യിൽ പഠിക്കുകയാണ് മഹാലക്ഷ്മി ഇപ്പോൾ. മകളും കാവ്യയും ചെന്നൈയിലാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു. മകളുടെ കാര്യത്തിലാണ് കാവ്യയുടെ പൂർണ്ണ ശ്രദ്ധയെന്നും അവൾ ഭയങ്കര കാന്താരിയാണെന്നുമായിരുന്നു ഒരിക്കൽ ദിലീപ് അഭിമുഖത്തിൽ പറഞ്ഞത്. ഭയങ്കര കാന്താരിയാണ്. ഒരു 2 ദിവസം നൈറ്റ് ഷൂട്ടൊക്കെ ആയിട്ട് രാവിലെ വൈകിയാണ് ഞാൻ എഴുന്നേറ്റത്. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഇവൾ വിളിച്ചു. ഞാൻ എടുത്തില്ല. പകരം എനിക്കൊരു വോയിസ് നോട്ട് അയച്ചു. അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചു, അച്ഛനെ ഞാൻ ഇന്നും വിളിച്ചു. ഫോൺ എടുത്തില്ല. ഞാൻ പോവാ, അത് കഴിഞ്ഞ് ഇനി അച്ഛൻ വിളിക്കും, നമ്മൾ എടുക്കരുത്, അത്രയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് വീട്ടിൽ പറഞ്ഞത്. ഇതാണ് അവളുടെ കുറുമ്പെന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. അതേസമയം മക്കളുടെ കാര്യമാണ് എവിടെ പോയാലും ആളുകൾ കൂടുതൽ ചോദിക്കാറുള്ളത്. അതിൽ സന്തോഷമുണ്ടെന്നും ദിലീപ് പറഞ്ഞിരുന്നു. മഹാലക്ഷ്മിയുടെ ഹോംവർക്ക് എല്ലാം ചെയ്യാൻ സഹായിക്കുന്നത് കാവ്യയാണ്. കാവ്യ സോഫ്റ്റ് ആയിട്ടുള്ള അമ്മയൊന്നും അല്ല. പണ്ട് മുതൽ അവൾ ഷോർട്ട് ടെമ്പേർഡ് ആണ്. പെട്ടെന്ന് കാവ്യക്ക് ദേഷ്യം വരും. മക്കളെ തല്ലരുത്, വഴക്ക് പറയരുത്, പറഞ്ഞു മനസ്സിലാക്കിയാൽ മതിയെന്ന് കാവ്യയോട് പറഞ്ഞിട്ടുണ്ട്. മീനാക്ഷി ഇന്നേ വരെ എനിക്ക് തല്ലേണ്ടി വന്നിട്ടില്ല. എന്റെ ടോൺ മാറിയാൽ അവൾക്ക് മനസ്സിലാകും. മഹാലക്ഷ്മി ഒരു വട്ടം അടിച്ചിട്ടുണ്ട്. മീനാക്ഷി വളരെ സൈലന്റ് ആണ്, എല്ലായിടത്തും ലിസണറാണ്. എന്നെ പോലെയാണ് മഹാലക്ഷ്മി, പക്ഷേ കാവ്യയെ പോലെയാണ്. എവിടെ പോയാലും എല്ലാവരോടും കൂട്ടുകൂടും. ഞാനും മീനാക്ഷിയും സൈലന്റ് ആൾക്കാരാണ് എന്നാണ് ദിലീപ് കുടുംബത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്.